ഇന്ത്യയിൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്യുകയാണ് ടെലിഗ്രാം ആപ്പ്. അവർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. നിയന്ത്രണത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ടെലിഗ്രാം സമീപിച്ചത്. വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ കോടതി അനുമതി നൽകി. ഹർജി ഇന്ന് തന്നെ കോടതി പരിഗണിക്കാനാണ് സാധ്യത. കിരൺ ബാബു ഉണ്ട്. കിരൺ, ടെലിഗ്രാമിൻ്റെ ക്ലെയിം ഏതെങ്കിലും ഒരു പരീക്ഷാ ചോർച്ചയുടെ പേരിൽ തങ്ങളെ ഒന്നാകെ തന്നെ നിയന്ത്രിക്കുന്ന നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് നീക്കം. ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി ഏറെ വിമർശന വിധേയമായിട്ടുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് ഈ ആപ്പിൻ്റെ നിയമ പോരാട്ടത്തിന് ഉള്ള അവരുടെ നീക്കം കൂടി. എപ്പോഴായിരിക്കും ഈ ഹർജി പരിഗണിക്കുക? സജിത്ത്, ഈ ഹർജി ഇന്ന് രാവിലെ കോടതിയിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഇന്ന് ഗൗരവമായ വിഷയമാണ്, അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിരുന്നു. ടെലിഗ്രാം ആപ്പ് നിരോധിക്കാനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള തീരുമാനം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ നീറ്റ് പരീക്ഷ UG പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർന്നിരുന്നു. ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർത്തിയവർ അത് വിവിധ ആളുകൾക്ക് അയച്ചു കൊടുത്തത് ടെലിഗ്രാം ആപ്പ് വഴിയായിരുന്നു. ഈ ജൂൺ 21 വീണ്ടും പരീക്ഷ നടത്തുന്നത്. ആ പരീക്ഷ നടത്തുന്നതിൻ്റെ അടുത്ത ദിവസം വരെ ജൂൺ 22 വരെ ഇന്ത്യയിൽ ടെലിഗ്രാം ആപ്പുകൾക്ക് നിയന്ത്രണം, മെസ്സേജിംഗ് എഡിറ്റിംഗ് സംവിധാനങ്ങൾക്കെല്ലാം പൂർണ്ണമായും ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ് അവരോട് ഇന്ത്യ ഔദ്യോഗികമായി IT മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അവർ കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ ഇങ്ങനെ ഒരു നിയന്ത്രണം വന്നപ്പോൾ തന്നെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇതേ സംശയം ഉന്നയിച്ചിരുന്നു. അന്ന് ഇങ്ങനെ അയക്കാൻ വേണ്ടി ടെലിഗ്രാം എന്നുള്ള ആപ്പാണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്നിപ്പോൾ അത്തരത്തിൽ 12ഓളം പ്രധാനപ്പെട്ട ആപ്പുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. നമ്മുടെ എല്ലാ മൊബൈലുകളിലുള്ള നിരവധി മെസ്സേജിംഗ് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളിലൊക്കെ വഴി ഒരു ആപ്പില്ലെങ്കിൽ മറ്റൊരു ആപ്പ് വഴി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുന്നതിന് മറ്റേതെങ്കിലും തടസ്സമുണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ആപ്പ് മാത്രമായി നീക്കം ചെയ്തതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നു. ടെലിഗ്രാം കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 900ഓളം ആപ്പുകൾ ഇത്തരം ചോദ്യപേപ്പർ ലഭ്യമാണെന്നും അല്ലെന്നും അതിനുമായി സംശയിക്കുന്നൊക്കെ ചില ആപ്പുകളല്ല, അത്തരം ചില ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളെല്ലാം തന്നെ പൂർണ്ണമായും അവർ ഡിലീറ്റ് ചെയ്തു. ഞങ്ങളുടെ ഒരു ആപ്പ് മാത്രമായി നിരോധിച്ചുകൊണ്ട് എന്താണ് കാര്യം? ഇങ്ങനെ ഒരു ആപ്പ് നിരോധിച്ചാൽ ഇന്ത്യയിൽ 15 കോടിയോളം ഉപഭോക്താക്കളുണ്ട്, അവരെ ബാധിക്കുമെന്നതിന് പകരം അങ്ങനെ ചോദ്യം അയക്കേണ്ടവർ മറ്റ് ആപ്പുകൾ വഴി ചോദ്യങ്ങൾ അയക്കില്ലേ? അപ്പോൾ ഈ നിരോധനം എന്താണ് അർത്ഥം എന്നുള്ള ഗൗരവമായ ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കോടതിക്ക് പ്രാഥമികമായി അതിൽ ഗൗരവമായ വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് തന്നെ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് കോടതി ഉച്ചയ്ക്ക് ശേഷം എന്തായാലും കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിൽ ഒരു തീർപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. മെസ്സേജിംഗ് ആപ്പ് ഏതെങ്കിലും ഒരു ആപ്പ് നിയന്ത്രിച്ചതുകൊണ്ടോ നിരോധിച്ചതുകൊണ്ടോ ആ ആപ്പിന് പകരം നിരവധി ആപ്പുകൾ സമാനമായ കാര്യം ചെയ്യാൻ കഴിയും, സമാനമായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അയച്ചു കൊടുക്കാൻ കഴിയും നിരവധി മെസ്സേജിംഗ് ആപ്പുകൾ നിലനിൽക്കുമ്പോൾ ഒരു ആപ്പ് മാത്രമായി നിരോധിക്കേണ്ട അർത്ഥം എന്ത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കുന്നത്. കിരൺ, ഒരു കാര്യം കൂടി, രാജ്യത്ത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നു എന്നതാണല്ലോ ഈ നടപടിക്കെല്ലാം ഇടയാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ടെലിഗ്രാം ആപ്പ് ഇതിനൊരു വഴിയെ വെച്ചേക്കാം എന്നത് മുന്നിൽ കണ്ടുകൂടിയായിരിക്കാം നടപടി. ഇതിനകം തന്നെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ വിമർശിച്ചിരുന്നല്ലോ. മന്ത്രിയുടെ രാജി പോലും ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെ പ്രക്ഷോഭങ്ങൾ നടന്നതുകൂടിയാണ് രാജ്യത്ത്. ഇതിൽ ഈ ടെലിഗ്രാമിൻ്റെ നടപടി, അവരുടെ നിയമനീക്കം ഒരുപക്ഷെ കോടതി അംഗീകരിച്ചാൽ അല്ലെങ്കിൽ ഇതിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന ബാൻ പിൻവലിക്കപ്പെട്ടാൽ അത് സർക്കാരിന് കൂടി രാഷ്ട്രീയമായി വലിയ ക്ഷീണമുണ്ടാക്കുന്ന നീക്കമായി മാറില്ലേ? സജിത്ത്, തീർച്ചയായും കോടതി അതിന് എതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ സർക്കാരിനും അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും IT മന്ത്രാലയത്തിനുമൊക്കെ അത് നാണക്കേടാകുന്ന ഒരു അവസ്ഥ തന്നെ വരും. കാരണം ഇവർ ഉന്നയിക്കുന്ന ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. എവിടെയെങ്കിലും ഒരു മോഷണം നടന്ന് ആ മോഷണം നടന്നയാൾ ഓട്ടോയിലാണ് ആ മോഷണം മുതൽ കൊണ്ടുപോയതെങ്കിൽ ഓട്ടോ നിയന്ത്രിച്ചുകൊണ്ട് എന്താണ് കാര്യം? മോഷണമല്ലേ നിയന്ത്രിക്കേണ്ടത്? ഇതിന് പകരം ഓട്ടോ ഉപയോഗിച്ചാൽ പകരം കാറോ അല്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ സൈക്കിളോ സ്കൂട്ടറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മോഷണം മുതൽ കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ ഒന്നും മാത്രമാണ് ഈ ടെസ്റ്റ്. കഴിഞ്ഞ തവണ ഈ ചോദ്യപേപ്പറുകൾ ഈ തരത്തിൽ ചോർത്തിയ ആളുകൾ അത് വിവിധ ആളുകൾക്ക് അയച്ചു കൊടുത്തത് ഈ ആപ്പ് ഉപയോഗിച്ചുമാണ്. ഇപ്പോൾ വലിയ ഫയലുകളൊക്കെ അയക്കാൻ സാധാരണഗതിയിൽ ഏറ്റവും സ്പീഡിൽ വലിയ ഫയലുകൾ അയക്കാൻ കഴിയുന്ന സംവിധാനമൊക്കെ കൂടുതലായി ഉള്ളത് ടെലിഗ്രാം ആപ്പിലാണ്. പക്ഷേ ഒരു ചോദ്യപേപ്പറൊക്കെ ഏത് സാധാരണ വാട്സാപ്പിലോ അല്ലെങ്കിൽ സാധാരണ ഏത് മെസ്സഞ്ചറിലും ഒക്കെ ഏത് മെസ്സേജിങ് ആപ്പ് ആയിക്കോട്ടെ അവിടെ എല്ലാം തന്നെ അയക്കാൻ കഴിയുന്ന ചെറിയ ഫയലുകളാണ്. അതൊക്കെ അയക്കുന്നതിന് ഏതെങ്കിലും ഒരു ആപ്പ് നിരോധിച്ചാൽ മറ്റ് നിരവധി ആപ്പുകളിലൂടെ ഇനി പ്രധാനപ്പെട്ട ആപ്പുകളൊന്നും അല്ലാതെ ഈ ആപ്പുകളിൽ നിന്ന് പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത നിരവധി ആപ്പുകൾ, കമ്പനികൾ ഒക്കെ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ഉണ്ട്. അത്തരം നിരവധി ആപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ വഴി ഇതെല്ലാം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ആപ്പ് നിരോധിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്, അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് എന്നുള്ള മൗലികമായ ചോദ്യമാണ്. ഇത് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഈ രംഗത്തെ വിദഗ്ധരടക്കമുള്ളവരൊക്കെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചിരുന്നു. കോടതിയും ഇന്ന് ഇത് ആദ്യം മെൻഷൻ ചെയ്യാനെടുത്തപ്പോൾ കോടതിയിൽ വിവരം ഉന്നയിച്ചപ്പോൾ തന്നെ അവർ കോടതിയും ചോദിച്ചത് ഇതേ ചോദ്യം തന്നെയാണ്. ഒരു സ്ഥലത്ത് ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ആ മോഷണം നടന്നതിന് ആ സ്ഥലം അടച്ചിടുക എന്നുള്ളതല്ലല്ലോ ആ മോഷണം നടക്കാനുള്ള സാഹചര്യം തടയുക, അതല്ലേ വേണ്ട. അതിന് പകരം എന്തിനാണ് ഒരു ആപ്പായി നിരോധിക്കുന്നത്? എന്തായാലും വിഷയം വിശദമായി തന്നെ കേൾക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗവും കേന്ദ്ര സർക്കാർ മറ്റു വിശദീകരണമാണ് നൽകുന്നത്. ഈ ആപ്പ് വഴിയാണ് കഴിഞ്ഞ വർഷം നൽകിയത്. ഈ ആപ്പിൽ വേഗത്തിൽ അയക്കാനുള്ള സംവിധാനം
സംവിധാനങ്ങൾ ഈ ആപ്പിലുണ്ട്. ഈ മെസ്സേജ് ഡിസേബിൾ ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ആ മെസ്സേജിലേക്ക് അതിൻ്റെ ഡേറ്റ് മാറ്റാതെ തന്നെ അതിലേക്ക് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും ഒക്കെ കഴിയും. സമാനമായ സംവിധാനം മറ്റ് പല മെസ്സേജിങ് ആപ്പുകളിലും ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്ത് വീണ്ടും അതിൽ വിവരങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ മറ്റ് മെസ്സേജിങ് ആപ്പുകളിലുമുണ്ട്. അപ്പോൾ അത് ടെലിഗ്രാം മാത്രമായി നിരോധിക്കാതെ അല്ലെങ്കിൽ മുഴുവൻ ആപ്പുകൾ നിരോധിക്കുക, അതൊക്കെ സാധ്യമായ ഒന്നല്ല. മെസ്സേജിങ് ആപ്പുകളെല്ലാം നിർത്തിവെക്കുക എന്നുള്ളത്, ഇന്ത്യയിലെ പല ഓഫീസുകൾ പോലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇത്തരം മെസ്സേജിങ് ആപ്പുകൾ വഴിയാണ് അവരുടെ വിവര കൈമാറ്റങ്ങളൊക്കെ നടക്കുന്നത്. അതെല്ലാം നിരോധിക്കുക എന്ന് പറയുന്നതൊന്നും പ്രായോഗികമായി ഒന്നല്ല. അത്തരം പ്രായോഗികമല്ലാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വാദമാണ് ഇപ്പോൾ ടെലിഗ്രാം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതും ഇന്ത്യയിൽ 15 കോടിയോളം ജനങ്ങൾ, 15 കോടിയോളം അക്കൗണ്ടുകൾ ഈ ടെലിഗ്രാമിനുണ്ട് എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് അവരുടെ വിവിധ ജോലികൾക്ക്, ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. അതെല്ലാം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രധാനമായും കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്. ഇനി കോടതിയാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. യെസ്, ടെലിഗ്രാം ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കമ്പനി കോടതിയിലെത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി കേട്ടുകൊണ്ട് തീരുമാനം പറയും. കോടതി എതിരായ തീരുമാനം, ബാൻ പിൻവലിക്കപ്പെട്ടാൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.